കണ്ണൂർ യൂണിവേഴ്സിറ്റി LLB എൻട്രൻസ് എക്സാമിനേഷന്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 5 ഇയർ LLBയുടെയും 3 ഇയർ LLBയുടെയും അപ്ഡേറ്റ് ആണ്. 5 ഇയറിന്റെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അതോടൊപ്പം 3 ഇയർ LLBക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങളും പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എല്ലാ സംശയങ്ങളും അഡ്രസ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും കാണാൻ ശ്രമിക്കുക. വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി എക്സാം എഴുതാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റേതെങ്കിലും എൻട്രൻസ് എക്സാമിനേഷൻ, അതായത് ക്ലിയോ, മറ്റ് ക്യുസാറ്റ്, MG യൂണിവേഴ്സിറ്റി പോലുള്ള LLB എൻട്രൻസ് എക്സാമിനേഷന് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റി എഴുതാൻ സാധിക്കും. കാരണം ഏകദേശം ഒരേ സിലബസ് ആണ്. BA LLB പ്രോഗ്രാമിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന അപേക്ഷകർ 31/5/2024, അതായത് ഈ മാസം മെയ് 31 വൈകുന്നേരം 5 മണിക്കുള്ളിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിന്റെ വെബ്സൈറ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീസ് SC ST PWD വിഭാഗക്കാർക്ക് 200 രൂപയും മറ്റ് വിഭാഗക്കാർക്ക് 500 രൂപയുമാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീസ്, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഫീസ്. അപ്പൊ ഓൺലൈനായിട്ടാണ് രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടത്. ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ അപേക്ഷിച്ചതിന്റെ പ്രിന്റ് ഔട്ട് എന്ത് ചെയ്യണം? എടുത്തു വെക്കണം. അത് നമ്മൾ അഡ്മിഷൻ സമയത്ത് അവിടെ സമർപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ, വെയിറ്റേജ്, സംവരണാനുകൂല്യം ആവശ്യമുള്ള വിദ്യാർത്ഥികൾ പ്രസ്തുത വിവരങ്ങൾ ഓൺലൈൻ രജിസ്ട്രേഷനുള്ള അപേക്ഷയിൽ വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സമയത്ത് റിസർവേഷന്റെ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? റിസർവേഷൻ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് അഡ്മിഷൻ സമയത്ത് അതിനുള്ള രേഖകൾ സമർപ്പിച്ചാലും ഒന്നും കിട്ടില്ല. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് റിസർവേഷൻ അർഹതയുണ്ടെന്നുള്ളത് കാണിക്കണം. പിന്നെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മെയ് 31. അതിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. അതോടൊപ്പം തന്നെ ഇമെയിൽ IDയും കൊടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ 3 ഇയർ LLBയുടെ കാര്യം. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി 3 ഇയർ LLB മഞ്ചേശ്വരം ക്യാമ്പസിലെ ത്രിവത്സര LLB പ്രോഗ്രാം എന്നിവയുടെ അഡ്മിഷന് ഓൺലൈനായി അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി 20/5/2024 വൈകുന്നേരം 5 മണി വരെയായിട്ട് നീട്ടിയിരിക്കുന്നു. അപ്പോൾ 3 ഇയർ LLBയുടെ ആപ്ലിക്കേഷൻ വിൻഡോ നേരത്തെ തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. അന്ന് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരുന്നത് വേറൊരു ദിവസമാണ്, പക്ഷെ ആ ദിവസം ഇപ്പോൾ നീട്ടിയിട്ടുണ്ട്. അതായത് ഇനി നമുക്ക് മെയ് 20 വരെ അപേക്ഷിക്കാതെ, ഇതുവരെയായിട്ടും ആരെങ്കിലും അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മെയ് 20 വരെ സമയം കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടാണ്. നേരത്തെ തന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതിനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. എൻട്രൻസ് എക്സാം ഡേറ്റ് ഇതുവരെയായിട്ടും വന്നിട്ടില്ല. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പറിലും വിളിക്കാം, ഈ ഒരു കൊടുത്തിരിക്കുന്ന ഇമെയിലിലും വിളിക്കാം. അപ്പൊ ഇതാണ് 5 ഇയർ 3 ഇയറിന്റെ എൻട്രൻസ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഈ ഒരു മാസം മെയ് മാസം എൻട്രൻസ് എക്സാമിനേഷന്റെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ജൂലൈ ഓഗസ്റ്റിനുള്ളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ 2023 നമുക്ക് മാർച്ച് മാസം തന്നെ ആപ്ലിക്കേഷൻ മാർച്ച് അവസാനത്തോട്, ഒരു മാർച്ച് 29, 28 ആ ഒരു സമയത്തോടു കൂടി തന്നെ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു മെയ് മാസമാണ് എക്സാം നടന്നിരുന്നത്, ജൂൺ മാസമാണ് എക്സാം നടന്നിരുന്നത്. ആ ഒരു കണക്ക് വെച്ചാണ് നോക്കുന്നതെങ്കിൽ ഇപ്രാവശ്യം ഒരു ജൂലൈ ഓഗസ്റ്റിനുള്ളിൽ എക്സാം നടക്കാൻ സാധ്യതയുണ്ട്. ജൂലൈയിൽ തന്നെ പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് പഠിക്കും. ഇനി കണ്ണൂർ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി എക്സാമിനെ കുറിച്ച് കൂടുതൽ അറിയാത്തവരും ഇതിന്റെ എലിജിബിലിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷൻ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്നും അതിന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും എൻട്രൻസിന്റെ ഡീറ്റെയിൽസും പറയാം. കണ്ണൂർ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷനെ കുറിച്ചുള്ള, അതായത് എക്സാമിന്റെ എലിജിബിലിറ്റി, ആർക്കൊക്കെ എഴുതാൻ സാധിക്കും, പിന്നെ എക്സാമിന്റെ ഡീറ്റെയിൽസും സിലബസും എല്ലാം കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് നോക്കാം. അപ്പൊ ആദ്യം 5 ഇയർ LLBയുടെയും 3 ഇയർ LLBയുടെയും പറയുന്നുണ്ട്. ആദ്യം 5 ഇയർ LLBയുടെ നോക്കാം. 5 ഇയർ നമുക്ക് അറിയാം, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 5 ഇയർ LLB പ്രോഗ്രാം ആയിട്ട് BA LLB പ്രോഗ്രാം ആണുള്ളത്. അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 5 ഇയർ കോഴ്സ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓർത്തിരിക്കേണ്ട കാര്യം, അവിടെ 5 ഇയർ ആയിട്ട് BA LLB മാത്രമേ ഉള്ളൂ. BCom BBA ഇതൊന്നുമില്ല. BA LLB മാത്രമാണുള്ളത്. എൻട്രൻസ് എക്സാമിലൂടെയാണ് എടുക്കുന്നത്. അതായത് നമ്മുടെ നമുക്കറിയാം
നമ്മളുടെ നാഷണൽ ലെവൽ എൻട്രൻസ് ടെസ്റ്റും ഉണ്ട്, അതുപോലെ കേരള സ്റ്റേറ്റ് ലെവൽ എൻട്രൻസ് ടെസ്റ്റും ഉണ്ട്. അപ്പം ഇതിന് സ്റ്റേറ്റ് ലെവൽ എൻട്രൻസ് ടെസ്റ്റ് ആണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി നടത്തുന്നത്. അപ്പൊ കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരു ഓട്ടോണോമസ് യൂണിവേഴ്സിറ്റി ആണ്, ഗവൺമെന്റ് ബേസ്ഡ് ആണ്. അപ്പൊ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസിലാണ്, തലശ്ശേരിയിലുള്ള ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസ്. ഇത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ക്യാമ്പസ് ആണ്. ഈ ക്യാമ്പസിലാണ് നമുക്ക് 5 ഇയർ LLB പ്രോഗ്രാം ഉള്ളത്. അപ്പൊ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് സെപ്പറേറ്റ് ടെസ്റ്റ് ഉണ്ട് ഈ ഒരു പ്രോഗ്രാം, അതായത് 5 ഇയർ ആയാലും 3 ഇയർ ആയാലും സെപ്പറേറ്റ് ടെസ്റ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ട്. അപ്പൊ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആ ടെസ്റ്റ് എഴുതി വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പൊ ക്ലീ എഴുതിയ നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ എന്ത് ചെയ്യില്ല, അഡ്മിഷൻ കിട്ടില്ല. അപ്പൊ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് സെപ്പറേറ്റ് ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ തലശ്ശേരിയിൽ ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസിലാണ് 5 ഇയർ LLB കോഴ്സ് ഉള്ളത്. അത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് പെൻ പേപ്പർ ടെസ്റ്റ് ആണ്, ഓഫ്ലൈൻ ടെസ്റ്റ് ആണ്, ഓൺലൈൻ അല്ല. പിന്നെ നമ്മുടെ ഈ ഒരു BA LLB പ്രോഗ്രാം എന്ന് പറയുന്നത് റെഗുലർ കോഴ്സ് ആണ്. അത് നമ്മൾ സാധാ കോളേജ് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, റെഗുലർ കോഴ്സ് ആണ്, ദിവസവും പോയി പഠിക്കുന്ന ആ ഒരു രീതിയിൽ അറ്റൻഡൻസ് ഒക്കെ ഉള്ള റെഗുലർ കോഴ്സ് ആണ്. അപ്പം ഇതിനകത്ത് ടോട്ടൽ സീറ്റ്സ് അത് ഇമ്പോർട്ടന്റ് ആണ്. 60 സീറ്റ് ആണുള്ളത്. അപ്പൊ ഈ 60 സീറ്റിലേക്കുള്ള ഒരു കോമ്പറ്റീഷൻ ആണ്, ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ് നടത്തുന്നത്. 60 സീറ്റ് ആണുള്ളത്. പിന്നെ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. ഇപ്രാവശ്യത്തെ ഓരോ വർഷവും ഓരോ പ്രോസ്പെക്ടസ് പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പൊ ആ പ്രോസ്പെക്ടസ് പ്രകാരമാണ് എലിജിബിലിറ്റിയും സീറ്റ്സിന്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിയുന്നത്. അപ്പൊ ഇപ്രാവശ്യത്തെ പ്രോസ്പെക്ടസിൽ പറയുന്നത് 5 ഇയർ LLB എൻട്രൻസ് എഴുതി 5 ഇയർ LLB കോഴ്സിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ്, മാക്സിമം ഏജ് 20 ഇയേഴ്സ് വരെയുള്ളവർക്ക് മാത്രമേ പറ്റൂ. 20 ഇയേഴ്സ് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്കാണ്. ജനറൽ കാറ്റഗറിക്ക് 20 ഇയേഴ്സ് വരെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ 5 ഇയർ കോഴ്സിലോട്ട് എന്ത് ചെയ്യാൻ പറ്റൂ, അപ്ലൈ ചെയ്യാൻ പറ്റൂ. SC/ST വിഭാഗം, SC/ST, PWS അതുപോലെ മറ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ആണെങ്കിൽ 22 ഇയേഴ്സ് വരെ പറ്റും. 22 ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി എലിജിബിലിറ്റി എന്ന് പറയുന്നത് 45% മാർക്സ് ആണ് പറയുന്നത്. ഹയർ സെക്കൻഡറി +2 45% മാർക്കോട് പാസ്സായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ 3 ഇയർ LLBയുടെ നോക്കാം. 3 ഇയർ LLBക്കും നേരത്തെ പറഞ്ഞ പോലെ 5 ഇയറിനെ പോലെ എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത്. പെൻ പേപ്പർ ടെസ്റ്റ് ആണ്, ഓഫ്ലൈൻ ടെസ്റ്റ് ആണ്. മഞ്ചേശ്വരം ക്യാമ്പസിലാണ് നമ്മുടെ 3 ഇയർ LLB പ്രോഗ്രാം ഓഫർ ചെയ്യുന്നത്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 ഇയേഴ്സ് ആണ്, 6 സെമസ്റ്റേഴ്സ്. 5 ഇയർ ആണെങ്കിൽ 10 സെമസ്റ്റേഴ്സ്. ഇതും എന്താണ്, റെഗുലർ കോഴ്സ് ആണ്. ഓക്കെ, റെഗുലർ കോഴ്സ് ആണ്. നിങ്ങൾ ഡെയിലി പോയി പഠിക്കുക, അറ്റൻഡൻസ് ഒക്കെ ഉള്ള റെഗുലർ കോഴ്സ് ആണ്. പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റെഗുലർ കോഴ്സ്. എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബാച്ചിലർ ഡിഗ്രി നേടിയിട്ടുണ്ടായിരിക്കണം. അതിൽ എന്താ മിനിമം 45% മാർക്സ് ഉണ്ടാവണം, കിട്ടിയിരിക്കണം. ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ 45% മാർക്സ് ഉണ്ടായിരിക്കണം. ബാച്ചിലർ ഏതെങ്കിലും ഒരു ഡിഗ്രിക്ക് 45% മാർക്കോടെ പാസ്സായിരിക്കണം. SC BC OEC ആണെങ്കിൽ 40% മതി. SC ST PWD ആണെങ്കിൽ മിനിമം പാസ് മതി. പിന്നെ അപ്പർ ഏജ് ലിമിറ്റ് പറയുന്നില്ല, നോ അപ്പർ ഏജ് ലിമിറ്റ്. ടോട്ടൽ സീറ്റ്സ് എന്ന് പറയുന്നത് 60 സീറ്റ്സ് ആണ്. ഇനി സിലബസ്, അതായത് 5 ഇയർ LLB എൻട്രൻസ് എക്സാമിനേഷന്റെ സിലബസ്, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് പ്രിൻസിപ്പിൾസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കൂടുതലും ചോദിക്കുന്നത്. പിന്നെ ലോ റിലേറ്റഡ് കാര്യങ്ങൾ, ലീഗൽ അവയർനെസ്സും ഉണ്ട്, അതുപോലെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ഇന്ത്യൻ പോളിറ്റി, പിന്നെ ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, ലോജിക്കൽ റീസണിങ്, നമ്മുടെ ക്ലീയും ക്വിസാറ്റും ഒക്കെ പോലെ തന്നെ അതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അത്യാവശ്യം മറ്റ് ക്ലീയും ക്വിസാറ്റിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് വരുന്നത്. അപ്പൊ എല്ലാവർക്കും ഒന്ന് അപ്ലൈ ചെയ്തൊന്ന് എഴുതി നോക്കാം. നമുക്ക് ക്ലിയോ ക്വിസാറ്റിനോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇതും കൂടി ഒന്ന് എഴുതി നോക്കാനായിട്ട് പറ്റും. ഇനി 3 ഇയർ LLBയുടെ സിലബസ് നോക്കാം. 3 ഇയർ LLBക്ക് ഇതേ കണക്ക് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പിന്നെ ലീഗൽ അവയർനെസ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഫോർ ലീഗൽ സ്റ്റഡീസ്, ഇന്ത്യൻ പൊളിറ്റി, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, ലോജിക്കൽ റീസണിങ്, കോൺട്രാക്ട് ലോ, ക്രിമിനൽ ലോ. അപ്പോൾ 5 ഇയർ സിലബസിന്റെ 5 ഇയറിന്റെയും 3 ഇയറിന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ഇയറിൽ നമുക്ക് ഇംഗ്ലീഷ് ചോദിക്കുന്നുണ്ട്, 3 ഇയറിന്റെ എൻട്രൻസിൽ ഇംഗ്ലീഷ് ചോദിക്കുന്നില്ല. ഓക്കെ, അപ്പം ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഒരുപോലെയാണ്. ഇനി ഫീസ് സ്ട്രക്ചറും കൂടി നമ്മുടെ പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വ്യക്തമായി വായിക്കാം. അതോടൊപ്പം തന്നെ റിസർവേഷന്റെ കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. സ്പോർട്സ് കോട്ടയുണ്ട്, മറ്റു റിസർവേഷൻസ് കാസ്റ്റ് ബേസിസിലും അല്ലാതെ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസിലും ഒക്കെ എന്തുണ്ട്,
റിസർവേഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് കാസ്റ്റ് ബേസിസിൽ ഇപ്പോൾ ഒരു SC ST വിഭാഗക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, EWSനും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു റിസർവേഷൻ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനുവേണ്ടി മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ആ കാര്യമൊക്കെ പ്രോസ്പെക്ടസിൽ വിശദമായി കൊടുത്തിട്ടുണ്ട്. റിസർവേഷന്റെ എത്ര പെർസെന്റേജ് സീറ്റ്സ് ആണ് ഓരോ കാറ്റഗറിക്കും റിസർവ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ അത് സെപ്പറേറ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അത് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകും ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അതിന് അപ്ലൈ ചെയ്യേണ്ടതെന്നും കൊടുക്കേണ്ടതെന്നും അഡ്മിഷൻ സമയത്ത് കൊടുക്കേണ്ടതെന്നും പ്രോസ്പെക്ടസിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ സൈറ്റിൽ നിങ്ങൾക്ക് കയറിയാൽ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിന്നും എടുക്കാൻ പറ്റും. ഫീസ് സ്ട്രക്ചർ BA LLBയുടെ ഫീസ് സ്ട്രക്ചർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ സീരിയൽ നമ്പർ അനുസരിച്ച് 1 2 3. ഇപ്പം ഫസ്റ്റ് എന്ന് പറയുന്ന അഡ്മിഷൻ ഫീ ആണ് 490 ആണ്. അതുപോലെ ട്യൂഷൻ ഫീ 7280. അങ്ങനെ ഓരോ ഫീസും ഇവിടെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ആയിട്ട് എഴുതിയിട്ടില്ല. ഇതിന്റെ ഓരോ സെം വൈസ്, അതായത് ഇതെല്ലാം ഓരോ സെമ്മിനാണ്. ട്യൂഷൻ ഫീ പെർ സെം 7280 ആവുന്നുണ്ട്. അതുപോലെ സ്പെഷ്യൽ ഫീ പെർ ഇയർ വരുന്നുണ്ട്. ലൈബ്രറി ഫീ പെർ സെം. അങ്ങനെ ഓരോന്നും ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഓരോ സെമ്മിന്റെയും ചിലതൊക്കെ ഓരോ ഇയറിന്റെയും വെച്ചിട്ടാണ് ഇവിടെ ഫീസ് കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ച് നമുക്ക് ഏകദേശം എത്ര രൂപയാകും എന്നുള്ളത് മനസ്സിലാവും. 3 year LLBയുടെയും ഇതേപോലെ തന്നെ സീരിയൽ നമ്പർ അനുസരിച്ചിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട്. 3 year LLBയുടെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളുടെ ഫീസ് സ്ട്രക്ചർ. അപ്പൊ ഫീസ് ഉണ്ട്. അപ്പം ഇത് ഫീസൊക്കെ നോക്കി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ട്രൈ എന്ന രീതിയിൽ നിങ്ങൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി എഴുതാം. മറ്റ് LLB എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയും എഴുതാം. കാരണം താരതമ്യേന കുറച്ച് ഈസി ആയിട്ടുള്ള എൻട്രൻസ് ആണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി. പിന്നെ സീറ്റ്സിന്റെ നോക്കിയാൽ നമ്പർ ഓഫ് സീറ്റ്സ് കുറവാണ്, 60 സീറ്റ്സേ ഉള്ളൂ. അപ്പോൾ എഴുതാൻ താല്പര്യമുള്ളവർക്ക് എഴുതാം. ലിങ്കും ഒക്കെ കാര്യങ്ങളും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അല്ല കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ നേരിട്ട് വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.